ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്ന ഒരു ദിവാലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം തുടങ്ങിയാലോ നമുക്ക്. അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന 2.5 ലിറ്റർ എരുമപ്പാലാണ്. അപ്പം ഇത് എരുമപ്പാൽ എടുക്കാൻ കാരണം നമുക്ക് ഇതിനകത്ത് ഫാറ്റ് കൂടുതലായിട്ട് ക്വാണ്ടിറ്റിയും കൂടുതൽ കിട്ടും. പശുപ്പാലിൽ അത്രയും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ കുറച്ച് പാനിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് പാൽ ഒഴിച്ചത്. അപ്പോൾ അടുക്കി പിടിക്കത്തില്ല. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തത്, എന്നാലും ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. 2 പേരുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇത് ഇളക്കി ഇത് പറ്റിച്ചെടുക്കാൻ കുറച്ച് പാട് കേട്ടോ. അപ്പം എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തോളാം. പിന്നെ ഇതിന് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഈ പറ്റീര് പണിയാണ് ഏറ്റവും പാല് പറ്റിച്ചെടുക്കാൻ. ഇതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ വേണം, 1 കപ്പ് പഞ്ചസാര, സിട്രിക് ആസിഡ് 1/4 ടീസ്പൂൺ. അത് ഡൈലൂട്ട് ചെയ്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ഇത് ഒഴിച്ചു വെക്കാനുള്ള ട്രേ. ഇത് ഇത്രയും ആദ്യമേ റെഡിയാക്കി വെക്കണേ. അല്ലെ പിന്നെ നമ്മൾ കൈ തൊടാതെ ഇളക്കിക്കോട്ടേ ഇരിക്കണം. പാലൊട്ടും അടുക്കി പിടിക്കില്ല. ഇത് ചെയ്യാൻ വേണ്ടി എനിക്കൊരു 1-1.25 മണിക്കൂറൊക്കെ എടുത്ത് ഇത്രയും പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഒന്ന് പറ്റി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഏലക്കാപ്പൊടി മിക്സ് ചെയ്യുക. അത് കഴിയുമ്പം സിട്രിക് ആസിഡ് വെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചില്ലേ, അത് ഓരോ ടീസ്പൂൺ മൊത്തം ഒറ്റയടിക്ക് ഒഴിക്കരുത്. കാരണം അത് പിരിഞ്ഞ് പനീർ പോലെ അങ്ങനെ ആവരുത്. നമുക്ക് ചെറിയ ചെറിയ തരികളോട് പോലെയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ടീസ്പൂൺ ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ശേഷം ഇതിനകത്തോട്ട് പിന്നെ പഞ്ചസാര, അതും പറ്റിയിട്ട് പഞ്ചസാര ചേർക്കുമ്പോഴായാലും നമ്മൾ ആ 1 കപ്പ് ഒന്നിച്ചൊഴിക്കാൻ പാടില്ല. പെതുക്കെ കുറേശ്ശെ 1/4 കപ്പ് ഒഴിക്കണം. കാരണം അതിലെ വെള്ളവും കൂടെ ഇറങ്ങും. അപ്പം ആ വെള്ളവും പറ്റി പെട്ടെന്ന് വരും, അല്ലെ പിന്നെ സമയം എടുക്കും. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് മിക്സ് കളർ മാറി വരുമല്ലോ, ഇരുന്നും ഒന്ന് കളർ മാറി വരും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ട്രേയിലോട്ട് ഒഴിക്കണം. ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ. തണുക്കാൻ നമ്മൾ മൈസൂർ പാകൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ ട്രേയിലോട്ട് ഒഴിക്കണം. എന്നിട്ട് അത് അടച്ചു കവർ ചെയ്ത് നമ്മൾ ഇപ്പോൾ രാത്രിയിലാണ് ഞാൻ ഉണ്ടാക്കി കവർ ചെയ്ത് വെച്ചിരുന്നത്. രാവിലെയാണ് ഇത് ട്രെയിൽ നിന്ന് എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്കാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കടയിലെ സെയിം ടേസ്റ്റ് തന്നെയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഇത് ഒത്തിരി ഹാർഡൊന്നുമല്ല കേട്ടോ. പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചാക്കിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓർത്തത്. അപ്പോൾ എല്ലാവരും ഈ ദിവാലിക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, എനിക്ക് ഉറപ്പാണ്. അത്രയും പാല് പറ്റിച്ചെടുക്കണമെന്നുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം അധികം ഇൻഗ്രീഡിയൻസോ ഒന്നും വേണ്ട, അധികം നെയ്യോ ഒന്നും വേണ്ട. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോസ് വരെ ബൈ.